ലീനിയർ ഓൾജിബ്രയുടെ ബാക്കി ടോപ്പിക്കാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ ലീനിയർ ഓൾജിബ്രയിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോമാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ q ഈക്വൽ ടു ax² പ്ലസ് by² പ്ലസ് cx² പ്ലസ് exy പ്ലസ് fyz പ്ലസ് gxz എന്നുള്ള ഫോമിലാണ് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഇക്വേഷൻ ഞാൻ വെറുതെ ഇങ്ങനെ വായിച്ചുകൊണ്ട് പോയി എന്നല്ലേ വിചാരിക്കുക. വേറൊന്നുമല്ല, ഇത് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയാൻ കാരണം ഈ ഇക്വേഷൻ്റെ എല്ലാ ടേമിൻ്റെയും ഡിഗ്രി 2 ആണ്. ശരിയാണോ നോക്കിക്കേ. ഫസ്റ്റ് ടേം എന്തുവാണ്? ax², അതിൽ എക്സിൻ്റെ പവർ എന്തുവാ 2. അടുത്ത ടേം നോക്കിക്കേ by², അതിൽ വൈയുടെ പവർ എന്തുവാ 2. അതിൻ്റെ അടുത്ത ടേം cx², അതിൽ എക്സിൻ്റെ പവർ എന്തുവാ 2. അടുത്ത് exy, എക്സിൻ്റെയും വൈയുടെയും പവറോടെ ആഡ് ചെയ്യുമ്പോൾ 2 അല്ലേ വരണേ. അതുപോലെ അടുത്ത് yz, വൈയുടെ ഇസഡിൻ്റെയും പവർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 വരണേ. അടുത്തതാണെങ്കിൽ gxz, അതിൻ്റെ രണ്ടിൻ്റെയും പവർ ആഡ് ചെയ്യുമ്പോൾ 2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ടേമും ഡിഗ്രി 2 വരുന്നത് കാരണമാണ് നമ്മളതിന് എന്തെന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഫോമിൽ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ q ഈക്വൽ ടു ഞാൻ മെട്രിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ വേരിയബിൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇവിടെ എന്തൊക്കെയാണ് വേരിയബിൾ? എക്സും വൈ ഇസഡും ആണ് വേരിയബിൾ. ആ എക്സ് വൈ ഇസഡ് ഞാൻ മുകളിലും സൈഡിലും ഇങ്ങനെ എഴുതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതുന്നതാണ്, പരീക്ഷയ്ക്ക് ഇങ്ങനെ പോയി എഴുതണം എന്നല്ല. ഇത് എഴുതാൻ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, എക്സും കൂടെ ചേരുമ്പോൾ എന്താ? x². അപ്പോൾ ഇവിടെ x² കോയിഫിഷ്യൻ്റ് എന്തുവാ? a. അതാണ് ഇവിടെ വരേണ്ടത്. ഇത് കോയിഫിഷ്യൻ്റ് ഓഫ് x². ഓക്കെ, അടുത്ത അതേപോലെ ഡയഗണലി ഞാൻ പറയാം. വൈയും കൂടെ ചേരുമ്പോൾ എന്തുവാ? y². അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് y² ആണ് വൈയും കൂടെ ചേരുന്ന സ്ഥലത്ത് വരേണ്ടത്, കോയിഫിഷ്യൻ്റ് ഓഫ് y². അപ്പോൾ ഇസഡും ചേരുന്ന ഈ പ്ലേസ് വരേണ്ടത് എന്തുവാ? കോയിഫിഷ്യൻ്റ് ഓഫ് z². ഓക്കെ, അതായത് ഇതിൻ്റെ മെട്രിക്സ് ഇപ്പോൾ എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? കോയിഫിഷ്യൻ്റ് ഓഫ് x² എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉള്ള? a b c ആണ് ഡയഗണലി വരുന്നത്. എക്സ് വൈ ഇസഡ് എനിക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ് വൈ ഇസഡ് ഇങ്ങനെ ഇട്ടത്. ഇനി അടുത്ത് നോക്കിക്കോ, എക്സും വൈയും കൂടെ ചേർന്ന പൊസിഷനാണിത്. അപ്പോൾ എക്സ് വൈയും കൂടെ ചേർന്ന ഒരു ടേം നമുക്ക് ഇവിടെ എഴുതേണ്ടത് exy. അപ്പോൾ അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ എഴുതേണ്ടത്, ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് xy. ഇനി വേറെ എവിടെയെങ്കിലും എക്സ് വൈ ഉണ്ടോ എന്ന് നോക്കിക്കേ. ഉണ്ട്, എക്സ് വൈ ഇത് കിടക്കുന്നുണ്ടോ? അപ്പോൾ അവിടെയും ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് xy. ഓക്കെ, ഇനി അടുത്ത് ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എക്സും ഇസഡും കൂടെ ചേർന്നതാണ്. അപ്പോൾ എക്സ് ഇസഡ് കിടക്കുന്നുണ്ടോ? അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തുവാ? g. അപ്പോൾ ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് xz ആണ് ഇവിടെ വരുന്നത്, ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് xz. അതുപോലെ xz എവിടെയുണ്ട്? നോക്കി, എക്സ് ഇസഡും ചേരുന്ന ഒരു പ്ലേസ് ഇവിടെയുണ്ട്, ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് xz. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് എക്സ് വൈ എന്ന് പറഞ്ഞ അതേ ടേം ഉണ്ട്, അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് e/2 ആണ്. അതുപോലെ എക്സ് വൈ ചേരുന്ന ഇവിടെയും e/2 ആണ്. അല്ല xz എന്ന് പറയുമ്പോൾ എന്തുവാണ്? ജിയുടെ ഹാഫ് എന്ന് പറയുമ്പോൾ g/2, ഇവിടെയും നമുക്ക് വരുന്നത് g/2 ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, yz, ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് yz ആണ് ഇവിടെ വരേണ്ടത്, ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് yz. അതേപോലെ ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് yz ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇസിൻ്റെ കോയിഫിഷ്യൻ്റ് f ആണ്, സോ f/2 ഇവിടെ വരും, ഇതും f/2 ആണ്. ഞാൻ നിങ്ങളടുത്ത് പറയുവാണ്, നമ്മൾ എഴുതിയ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. കറക്റ്റ് ആണോ? ആണ്. റോ തന്നെ അല്ലേ കോളം, സെക്കൻഡ് റോ ആണ് സെക്കൻഡ് കോളം, തേർഡ് റോ ആണ് തേർഡ് കോളം എന്ന് പറയുന്നത്. സോ ഇതെന്തുവാണ്? ഇതെന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എന്തിനാന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞ് ഒരു ഇക്വേഷൻ തന്നിരിക്കും, അതിനെ മെട്രിക്സ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഒരു എക്സാമ്പിൾ, ഒരു പ്രോബ്ലം കൂടെ എഴുതി കാണിച്ചു തരട്ടെ. റൈറ്റ് ദ മെട്രിക്സ് ഓഫ് q ഈക്വൽ ടു x1² മൈനസ് x2² പ്ലസ് 2x3² minus 4x1 x2 plus 6x1 x3 minus 2x2 x3. ഓക്കെ, നമുക്ക് ഇവിടുത്തെ വേരിയബിൾസ് എന്തൊക്കെയാണ്? x1 x2 x3 ആണ്. ഞാൻ അതുകൊണ്ട് തന്നെ q is equal to എന്ന് പറഞ്ഞിട്ട് 3/3 മെട്രിക്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ 2/2 മെട്രിക്സ് ആയിരിക്കും. x1 x2 x3 എന്ന് എഴുതി, താഴോട്ടും x1 x2 x3 എന്ന് എഴുതി. നോക്കിക്കേ, x1 × x1 ആണ് x1², അതിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. x2 × x2 വരുന്നത് അടുത്ത ഡയഗണൽ, അതിൻ്റെ കോയിഫിഷ്യൻ്റ് -1. ഓക്കെ, അടുത്ത x3 × x3² അതിൻ്റെ കോയിഫിഷ്യൻ്റ് വരുന്നത് 2. ഓക്കെ ആണല്ലോ. x1 x2ൻ്റെ കോയിഫിഷ്യൻ്റ് എന്താ? -4. -4ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? -2. അതാണ് x1 x2 വരുന്ന സ്ഥലത്തെല്ലാം എഴുതേണ്ടത്, എഴുതി. അടുത്ത x1 x3യുടെ കോയിഫിഷ്യൻ്റ് എന്താ? 6. 6ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 3. അപ്പോൾ അത് x1 x3 ഉള്ള സ്ഥലത്തെല്ലാം അത് എഴുതി. x2 x3യുടെ കോയിഫിഷ്യൻ്റ് -2 ആണ്. -2ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? -1. അത് ഞാൻ എന്ത് എഴുതേണ്ട സ്ഥലത്തിൽ എഴുതി. ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് എന്തുവാണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ തന്നാൽ അതിനകത്ത് നിന്ന് മെട്രിക്സ് എഴുതുന്നത്.
ഇങ്ങനെ ഒരു മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടി ചേർന്നൊരു ഒറ്റ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെ എന്തൊക്കെ പഠിക്കാനുണ്ട് ആ കാര്യങ്ങളെല്ലാം അങ്ങ് പറയുവാണേ. നമുക്കിനി ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യമാണ് കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കനോണിക്കൽ ഫോം എന്ന് അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയർ എന്ന് പറയും. കനോണിക്കൽ ഫോം അല്ലെങ്കിൽ മറ്റൊരു പേരെന്തുവാണ്? സം ഓഫ് സ്ക്വയർ. വേറൊന്നുമല്ല, ക്യൂ ഈക്വൽ ടു ഒരു ക്വാഡ്രാറ്റിക് ഫോം ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ക്യൂ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഗൻ വാല്യൂ λ1 λ2 λ3 ഇല്ലേ, അയാൾ ഇങ്ങനെ λ1 ഇൻറ്റു y1 സ്ക്വയർ പ്ലസ് λ2 ഇൻറ്റു y2 സ്ക്വയർ പ്ലസ് λ3 ഇൻറ്റു y3 സ്ക്വയർ പ്ലസ് എക്സെട്ര എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കനോണിക്കൽ ഫോം അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയർ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാം കൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഒന്നിച്ച് പ്രോബ്ലം പോകാം. നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ എക്സാമിന് വേണ്ടിയിട്ട് പ്രോബ്ലം പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നേച്ചർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം. ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ നേച്ചർ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ചോദിക്കും. അപ്പോൾ ആ നേച്ചറിനെ കുറിച്ചാണ് അടുത്ത് പറയേണ്ടത്. നേച്ചർ ഓഫ് ക്വാഡ്രാറ്റിക് ഫോം. ഓക്കെ, അപ്പം അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ നേച്ചർ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഡെഫിനിറ്റ്. പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാ ഐഗൺ വാല്യൂസും പോസിറ്റീവ് ആണെങ്കിൽ, എല്ലാ ഐഗൺ വാല്യൂസ്, ഇഫ് ഓൾ ഐഗൺ വാല്യൂസ് ആർ പോസിറ്റീവ്, ഇഫ് ഓൾ ഐഗൺ വാല്യൂസ് ആർ പോസിറ്റീവ് ദെൻ ദേ ആർ നോൺ എസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. അതല്ലെങ്കിൽ നമുക്കതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? ഐഗൺ വാല്യൂവിനാണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. ഇഫ് ലാംഡ ഗ്രേറ്റർ ദാൻ 0 ദെൻ ഇറ്റ് ഈസ് നോൺ എസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പോൾ രണ്ടാമത്തെ കേസ് എന്താണെന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കേസ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. അതെന്തുവാണ് ഈ സെമി എന്ന് പറയാൻ കാരണം? എല്ലാ വാല്യൂസും പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടീഷൻ? എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കണം. അതിൽ ചിലതെല്ലാം 0 ആയി പോവുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നതിന് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. അതായത് ഐഗൺ വാല്യൂസ് ആർ പോസിറ്റീവ് ആൻഡ് ഓൾ ഐഗൺ വാല്യൂസ് are either positive or 0. പോസിറ്റീവ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? 0 ആയിരിക്കാം. അതായത് മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ ലാംഡ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. മറ്റേത് ലാംഡ ഗ്രേറ്റർ ദാൻ 0, ഇത് ലാംഡ ഗ്രേറ്റർ ദാനും ആവാം, പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ 0യും വരാം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡെഫിനിറ്റ്. നെഗറ്റീവ് ഡെഫിനിറ്റ്. നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ, നിങ്ങൾക്ക് ഇനി ഇപ്പം മനസ്സിലാവുന്നുണ്ട്. പോസിറ്റീവ് ഡെഫിനിറ്റ് എല്ലാ ഐഗൺ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡെഫിനിറ്റ് അപ്പോൾ എന്തായിരിക്കും? ഓൾ ഐഗൺ വാല്യൂസ് ആർ നെഗറ്റീവ്. എല്ലാ ഐഗൺ വാല്യൂസും എന്തായിരിക്കും? നെഗറ്റീവ് ആവുന്ന കേസ്. എല്ലാ ഐഗൺ വാല്യൂസും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുന്നത് ലാംഡ ലെസ് ദാൻ 0 ആവുന്നത്. അപ്പോൾ നാലാമത് നമ്മൾ പറയാൻ പോകുന്നത് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് അല്ലേ? നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തുവാണ്? all eigen values are either negative or 0. Eigen values are either negative or 0. ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അതായത് ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുന്ന കേസ്. ഇനി അഞ്ചാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് ആവുന്ന കേസ്. ഓക്കെ, ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. ഇഫ് ഐഗൺ വാല്യൂസ് ആർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, പോസിറ്റീവും വരാം നെഗറ്റീവും വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? ആ കേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ചില ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു മെട്രിക്സ്, ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ട് അതിൽ നിന്ന് മെട്രിക്സ് ഫോം ചെയ്ത് അതിൻ്റെ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് അവയുടെ നേച്ചർ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ, ഡെഫിനിറ്റ് ആണോ, സെമി ഡെഫിനിറ്റ് ആണോ എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇല്ല കേട്ടോ, ഈ നേച്ചർ ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് റാങ്ക് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എപ്പോഴും ചെയ്യുക? എക്ലോൺ ഫോമിലേക്ക് ഡെഡ്യൂസ് ചെയ്ത് നോക്കുക അല്ലേ? അപ്പോൾ ഇല്ലാതെ ഐഗൺ വാല്യൂ വെച്ചിട്ട് മാത്രം നമുക്ക് റാങ്ക് പറയാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? നമ്പർ ഓഫ് ടേംസ് ഇൻ കനോണിക്കൽ ഫോം. നമ്പർ ഓഫ് ടേംസ് ഇൻ കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോമിൽ എത്ര ടേം ഉണ്ട് എന്നുള്ളതനുസരിച്ച്, അതായത് ഐഗൺ വാല്യൂ എത്ര ടേം, എത്ര ഐഗൺ വാല്യൂസ് ഉണ്ട് എന്നുള്ളതനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? റാങ്ക് പറയാൻ പറ്റും. അതുപോലെ അടുത്ത് പറയുന്ന സാധനമാണ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ്. നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസിനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക്, സിഗ്നേച്ചർ. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ്, നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്. നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ് മൈനസ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്.
ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ഫോമുലയായി നമ്മളിനി എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്തുവാ, ക്വാഡ്രാറ്റിക് ഫോം. ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിരുന്നിട്ട് അതിൽ നിന്ന് മെട്രിക്സ് ഫോം ചെയ്യാൻ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു കനോണിക്കൽ ഫോം എന്ന്. അപ്പോൾ കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ Q ഈക്വൽ ടു λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ പ്ലസ് λ3 y3 സ്ക്വയർ എന്ന് എഴുതുന്നതാണ് കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ കനോണിക്കൽ ഫോം എഴുതിയിട്ട് ഇതിൻ്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചാൽ എത്ര പോസിറ്റീവ് ഐഗൺ വാല്യൂസ് ഉണ്ട്, എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ്, എല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ്, പോസിറ്റീവ് 0 ഉണ്ടെങ്കിൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്, നെഗറ്റീവ് 0 ഉണ്ടെങ്കിൽ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്, പോസിറ്റീവും നെഗറ്റീവും കൂടെ ഒന്നിച്ച് വരുവാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും, ഇൻഡെഫിനിറ്റ് എന്ന് പറയും. പിന്നെ അടുത്ത റാങ്ക് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക, എത്ര നമ്പർ ഓഫ് കനോണിക്കൽ ടേം ഫോമിന് എഴുതിയിട്ട് എത്ര ടേം ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ റാങ്ക് പറയുന്നത്. അടുത്ത ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്. അപ്പോൾ ഞാൻ ഈ ഫോമിൽ എല്ലാം കൂടി ചേർത്തിട്ട് ക്വസ്റ്റ്യൻ തരുവാണ്. നിങ്ങൾക്ക് 7 അല്ലെങ്കിൽ 8 മാർക്കിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, റെഡ്യൂസ് ദ ക്വാഡ്രാറ്റിക് ഫോം ടു കനോണിക്കൽ ഫോം. ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ട്, നമുക്ക് അതിനെ കനോണിക്കൽ ഫോമിലാക്കണം. കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താ, Q ഈക്വൽ ടു λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ പ്ലസ് λ3 y3 സ്ക്വയർ എന്നുള്ളതാണ് കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞാൽ. മാത്രമല്ല റാങ്ക് ഫൈൻഡ് ചെയ്യണം, നേച്ചർ ഫൈൻഡ് ചെയ്യണം, ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യണം, സിഗ്നേച്ചർ പറഞ്ഞു ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്വസ്റ്റിനകത്ത് വരുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റിനാണ്, നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ്. നമുക്കിത് 8 മാർക്കിനോ 7 മാർക്കിനോ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ്. കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, Q ഈക്വൽ ടു λ1 y1 സ്ക്വയർ പ്ലസ് λ2 y2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഴുതണമെങ്കിൽ λ1 λ2 വേണ്ടേ. ഈ λ1 λ2 എന്ന് പറയുന്നത് എന്തുവാണ്, ഐഗൺ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, മെട്രിക്സ് വേണം. ഈ ക്വസ്റ്റിനകത്ത് മെട്രിക്സ് എവിടെ തന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മെട്രിക്സ് എഴുതണം. അല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെട്രിക്സ് ആദ്യം എഴുതാം. മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയുണ്ടോ, A ഈക്വൽ ടു എന്നാണ് ഞാൻ മെട്രിക്സ് എഴുതുന്നത്. അപ്പോൾ A ഈക്വൽ ടു നോക്കിക്കേ എന്താ ഞാൻ പറഞ്ഞു തന്നെ. ആദ്യം നമുക്ക് എന്തൊക്കെ വേരിയബിൾ ഉണ്ട്, XY Z. ഇവിടെയും XY Z ആണ് വേരിയബിൾ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എഴുതണം നിർബന്ധമില്ല. നിങ്ങൾ അല്ലാണ്ട് സൈഡിൽ എഴുതി നോക്കിയാലും മതി കേട്ടോ. അങ്ങനെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 3, വൈ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 5, ഇസെഡ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ഡയഗണലി എഴുതി. ഇനി XY ടേം ദേ വന്നിട്ടുണ്ട്, YX എന്നുള്ള ടേം കണ്ടോ. ആ XY ടേമിൻ്റെ കോയിഫിഷ്യൻ -2 ആണ്, ഇൻക്ലൂഡിങ് ദ നെഗറ്റീവ് സൈൻ എടുക്കണം കേട്ടോ. അപ്പോൾ -2ൻ്റെ ഹാഫ് എന്താ, -1. അപ്പോൾ അത് XY വരുന്ന പൊസിഷനിലെല്ലാം നമ്മൾ ആ -1 എഴുതി. ഇനി അടുത്ത് XZ, ഇവിടെ തന്നെ നോക്കിക്കുക, XZ അതേ കിടപ്പുണ്ട്. XZൻ്റെ കോയിഫിഷ്യൻ 2 ആണ്, 2ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് എഴുതേണ്ട സ്ഥലത്തെല്ലാം എഴുതി. അടുത്തുള്ളത് എന്താ, YZൻ്റെ കോയിഫിഷ്യൻ എന്താ, -2. -2ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ, -1. ഒരു സിമെട്രിക് മെട്രിക്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് എഴുതേണ്ടത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ്, ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ. therefore the characteristic equation is determinant A minus lambda I is equal to 0. That is, ഇതിൻ്റെ ക്യാരക്ടർ 3/3 മെട്രിക്സ് ആയതുകൊണ്ട് എങ്ങനെയാണ്, lambda cube minus S1 lambda square plus S2 lambda minus S3 is equal to 0. ഇതിൽ S1 എന്ന് പറഞ്ഞാൽ സം ഓഫ് മെയിൻ ഡയഗണൽ എലമെൻ്റ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 11 എന്നാണ് വരുന്നത്. S2 എന്ന് പറഞ്ഞാൽ സം ഓഫ് ദ മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ എലമെൻ്റ് ആണ്. 5 × 3 15 minus 1 പ്ലസ് അടുത്ത ഡയഗണൽ എലമെൻറ്റ് 5 ആണ്, അത് വരുന്ന റോയിങ് കോളം പോയി കഴിയുമ്പോൾ 3 × 3 9 minus 1. അടുത്ത ഡയഗണൽ എലമെൻറ്റ് 3 ആണ്, അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയിങ് കോളം പോകുമ്പോൾ 3 × 5 15 minus 1 which is equal to 36 എന്ന് വരുന്നുണ്ട്. അടുത്ത S3 is equal to determinant A itself ആണ്, which is equal to 36 തന്നെയാണ് വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇതെല്ലാം കൂടി നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്, 11 ലാംഡ സ്ക്വയർ. S2 ലാംഡ എന്ന് പറഞ്ഞാൽ 36 ലാംഡ മൈനസ് 36 is equal to 0. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് സ്റ്റെപ്പ് പറഞ്ഞു തന്നു. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയാൽ മതി. 3/3 മെട്രിക്സിന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആൻസർ 2,3,6 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഐഗൺ വാല്യൂസ് കിട്ടി. therefore the eigen values are 2,3,6. എന്തിനാ ഐഗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചേ, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നുണ്ടോ, ഫൈൻഡ് ദ കനോണിക്കൽ ഫോം. therefore the canonical form is Q equal to λ1 y1 square plus λ2 y2 square plus λ3 y3 square plus etc. ഇതാണ് കനോണിക്കൽ ഫോമിൻ്റെ ഫോമുല. ഇതൊരു 3/3 മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ എത്ര ടേം മതി, 3 ടേം മതി. λ1 λ2 λ3 നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q is equal to 2 × y1 square plus 3 × y2 square plus 6 × y3 സ്ക്വയർ. അപ്പോൾ കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്തു. ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നില്ല. ക്വസ്റ്റ്യനിൽ എന്തുകൂടെ ഉണ്ടായിരുന്നു, ഫൈൻഡ് നേച്ചർ. നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, എത്ര എല്ലാം നമ്മൾക്ക് കിട്ടിയ ഐഗൺ വാല്യൂ എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ അതെന്ത് ഡെഫിനിറ്റ് ആണ്, പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പോൾ ഐഗൺ വാല്യൂ നോക്കിക്കേ, ഇവിടെ എല്ലാ ഐഗൺ വാല്യൂ എന്തുവാണ്, പോസിറ്റീവ് ആണ്. therefore the nature is
പോസിറ്റീവ് ഡെഫിനിറ്റ്. നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. കാരണം എന്താ? എല്ലാ ഐഗൻ വാല്യൂവും പോസിറ്റീവ് ആയത് കാരണം ഹിയർ ദ നേച്ചർ ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റാങ്ക് എന്നാണ്. അപ്പോൾ റാങ്കിൻ്റെ ഫോമിൽ ഞാൻ എന്താ എഴുതി തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ടേംസ് ഇൻ കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോമിൽ എത്ര ടേം ഉണ്ട്? 1 2 3 3 ടേം ഉണ്ട്. സോ അതാണ് അതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ഇൻഡെക്സ് ആണ് അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഫോർ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ്. എത്ര പോസിറ്റീവ് ടേംസ് ഉണ്ട് എന്നുള്ളതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇവിടെ എത്ര പോസിറ്റീവ് ടേംസ് ഉള്ള? എല്ലാവരും പോസിറ്റീവ് തന്നെയാണ്. സോ 3 ആണ് ഇവിടുത്തെ എന്തുവാ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അടുത്ത സിഗ്നേച്ചർ. Signature is equal to number of positive terms minus number of negative terms. Number of positive terms minus number of negative terms. നെഗറ്റീവ് ടേമും കൂടെ മൈനസ് ചെയ്യുമ്പം നമ്പർ ഓഫ് പോസിറ്റീവ് എന്നുള്ള എഴുതാൻ പറ്റുമോ? പോസിറ്റീവ് ടേംസ് മൈനസ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്. പോസിറ്റീവ് ടേംസ് 3 ആണ്, നെഗറ്റീവ് ടേം ഒന്നുപോലും ഇല്ല. സോ സിഗ്നേച്ചർ ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറായി. ഇതൊരു 7 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. കനോണിക്കൽ ഫോം, ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ട് ഫൈൻഡ് കനോണിക്കൽ ഫോം, ഓൾസോ ഫൈൻഡ് നേച്ചർ, റാങ്ക്, ഇൻഡെക്സ് ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതണം. ഇതൊരു 7 മാർക്കിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയ ലാംഡ ഈക്വൽ ടു -1 2, 3 എന്നായിരുന്നെങ്കിൽ ഇതെന്ത് ഡെഫിനിറ്റ് ആയിരിക്കുമായിരുന്നു? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇത് ഇൻഡെഫിനിറ്റ് ആയിരിക്കുമായിരുന്നു. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 3 തന്നെ. ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താ ഈ കേസിൽ? ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ 2 - 1 is equal to 1 ആണ്. സപ്പോസ് ലാംഡ is equal to 0 3 15. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനകത്തുള്ള ഐഗൻ വാല്യൂ ആണ്. 0 3 15 എന്ന് വന്നാൽ ഇവിടെ എത്ര എന്തുവാണ്? നമ്മുടെ നേച്ചർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും ഉണ്ട്, 0യും ഉണ്ട്. ദെയർഫോർ ഇത് എന്തുവാണ്? പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ് ഇവിടുത്തെ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഇവിടുത്തെ റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. എത്ര ടേമേ ഉള്ളൂ കനോണിക്കൽ ഫോമിൽ? 0 എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു കനോണിക്കൽ 0y1² + 3y2² + 15y3² എന്നല്ലേ കനോണിക്കൽ ഫോം എഴുതുമ്പോൾ ഇരിക്കുക. അപ്പോൾ 0y1² ഒരു ടേം ആണോ? അല്ല. അപ്പോൾ ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? എത്ര ടേമേ ഉള്ളൂ? 2 ടേമേ ഉള്ളൂ. സോ റാങ്ക് ഇസ് ഈക്വൽ ടു 2 ആണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്തുവാണ്? 2 ആണ്. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ് മൈനസ് നെഗറ്റീവ് ടേം. ഇവിടുത്തെ പോസിറ്റീവ് ടേം 2 ഉള്ളൂ. അപ്പോൾ -0. അപ്പോൾ 2 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ലാംഡ പല രീതിയിൽ നമുക്ക് ഓരോ പ്രോബ്ലത്തിന് കിട്ടുന്ന അനുസരിച്ച് റാങ്കും ഇൻഡെക്സും അതിൻ്റെ നേച്ചറും ഒക്കെ മാറി മാറി വരും. എന്തായാലും എക്സാമിന് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ ക്വസ്റ്റിനകത്തൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. സെയിം ഇതേപോലെ റെഡ്യൂസ് ദ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞ് തന്നിട്ട് എന്തുവാ ഫൈൻഡ് കനോണിക്കൽ ഫോം ബൈ ഓർത്തോണൽ റിഡക്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ഓർത്തോണൽ ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്ത് ഡയഗണലൈസ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓർത്തോണൽ ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്ത് ഡയഗണലൈസ് ചെയ്തിട്ട് കനോണിക്കൽ ഫോം എഴുതാനാണ് ആ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അത് ചെയ്തിട്ടേ ബാക്കിയുള്ള ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലമാണ് അടുത്ത് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റെഡ്യൂസ് 8x1² + 7x2² + 3x3² - 12x1x2 - 8x2x3 + 4x3x1 into canonical form by orthogonal reduction and examine for definiteness and also find rank, index and signature. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള വ്യത്യാസം എന്താ? കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് റെഡ്യൂസ് ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ട് ഇൻറ്റു കനോണിക്കൽ ഫോം എന്ന് പറഞ്ഞു. ബട്ട് എന്ത് സ്റ്റെപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു? ബൈ ഓർത്തോഗണൽ റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റെപ്പ് അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഓർത്തോഗണൽ ട്രാൻസ്ഫർമേഷൻ യൂസ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ അപ്പോഴും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കനോണിക്കൽ ഫോം എന്തോ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് കനോണിക്കൽ ഫോം എഴുതാൻ പറ്റിയത്. ഇവിടെ പക്ഷേ അത് പറ്റത്തില്ല. ഓർത്തോഗണൽ റിഡക്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഡയഗണലൈസ് ചെയ്യാൻ. അപ്പോൾ ഡയഗണലൈസ് ചെയ്താൽ മാത്രമേ ഇവിടുത്തെ കനോണിക്കൽ ഫോം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള മെട്രിക്സിനെ തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോമിന് ഒരു മെട്രിക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ A is equal to ഇവിടുത്തെ കോയിഫിഷ്യൻ ഇവിടുത്തെ എന്തൊക്കെ വേരിയബിൾ x y z x y z x y z അല്ല x1 x2 x3 x1 x2 x3. ഓക്കെ, ഇവിടുത്തെ 8 7 3 എന്ന് പറയുന്നത് നമ്മുടെ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. 8 7 3 x1 x2 ആണ് ആദ്യത്തെ കോയിഫിഷ്യൻ. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻ -12 ആണ്. -12ൻ്റെ ഹാഫ് -6 -6. x2 x3 എന്ന് പറയുന്നതാണ് അടുത്തത് കിടക്കുന്നത്. x2 x3 എന്ന് പറഞ്ഞാൽ എന്താ? -8. -8ൻ്റെ ഹാഫ് എന്ന് പറയുന്നത് -4 ആണ്. ആ -4 s2 s3യുടെ സ്ഥാനത്ത് എഴുതി. അടുത്ത x3 x1 ഉള്ള x3 x1 എന്ന് പറയുന്നതിൻ്റെ കോയിഫിഷ്യൻ 4 ആണ്. 4ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 2 ആണ്.
അത് നമ്മൾ എഴുതി. ഇത് എന്തുവാണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. therefore ഇനി എന്താ വേണ്ടത്? ഇതിൻ്റെ ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ഡിറ്റർമിനൻറ്റ് a minus lambda i equal to 0. Since it is a 3/3 matrix, the characteristic equation is lambda cube minus s1 lambda square plus s2 lambda minus s3 is equal to 0, where s1 is equal to sum of main diagonal element, അതായത് 8 plus 7 plus 3 എന്തുവാ അത് വരുന്നത്? which is equal to 18. s2 is equal to sum of the minors of main diagonal element 45. s3 is equal to 0. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇത് തന്നെ എനിക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 18 ലാംഡ സ്ക്വയർ പ്ലസ് 45 ലാംഡ ഇസ് ഈക്വൽ ടു 0. ഇവിടുത്തെ ലാംഡ നമ്മൾ കോമൺ ആയിട്ട് എടുത്താൽ ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 45 ഇസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നുണ്ട്. ലാംഡ സ്ക്വയർ മൈനസ് 18 ലാംഡ പ്ലസ് 45 എന്ന് പറഞ്ഞാൽ ലാംഡ മൈനസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 15 ഈക്വൽ ടു 0 എന്ന് അർത്ഥം. അപ്പോൾ ലാംഡ ഈക്വൽ ടു 3,15. അപ്പോൾ നമുക്ക് ഐഗൻ വാല്യൂ എന്തൊക്കെ കിട്ടി? therefore the eigen values are lambda is equal to 0, 3, 15. കുറച്ച് മുന്നേ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്ന സെയിം ക്വസ്റ്റൻ ആയിപ്പോയി അല്ലേ? 0, 3, 15. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് എക്സാമിന് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനുമാണ്. അടുത്ത് നമുക്ക് എന്താ ഡയറക്റ്റായിട്ട് കനോണിക്കൽ ഫോം ഇവിടെ എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബൈ ഓർത്തോണൽ റിഡക്ഷൻ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ഓർത്തോണൽ റിഡക്ഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്, അതുപോലെ നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ടു ഫൈൻഡ് ഐഗൻ വെക്റ്റർ ഫൈൻഡ് ചെയ്യാൻ പോകണം. ടു ഫൈൻഡ് ഐഗൻ വെക്റ്റർ മെട്രിക്സ് എ മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അടുത്ത മെട്രിക്സിന് തന്നിട്ടുള്ള മെട്രിക്സിനെ ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് എഴുതുമ്പം 8 മൈനസ് ലാംഡ മൈനസ് 6 2. അടുത്ത മൈനസ് 6 7 മൈനസ് ലാംഡ മൈനസ് 4. അടുത്ത എന്താ? 2 മൈനസ് 4 3 മൈനസ് ലാംഡ. ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് എഴുതി ഇൻറ്റു x1 x2 x3 ഇസ് ഈക്വൽ ടു 0 0 0. ഓക്കെ, therefore ഓരോ വാല്യൂ ആയിട്ട് കൊടുക്കാം. വെൻ ലാംഡ ഈക്വൽ ടു 0 ആണ് ഞാൻ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാംഡയ്ക്ക് 0 കൊടുക്കുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് എങ്ങനെയാണ് വരണേ? ദിസ് ഈക്വൽ ടു ലാംഡയ്ക്ക് 0 കൊടുക്കുമ്പോൾ ഇത് 8 പഴയ മെട്രിക്സിനെ കിട്ടും. മൈനസ് 6 2 മൈനസ് 6 7 മൈനസ് 4 2 മൈനസ് 4 3 ഇൻറ്റു x1 x2 x3 x1 x2 x3 ഇസ് ഈക്വൽ ടു 0 0 0 എന്ന് വരും. എങ്ങനെയാണ് നമ്മളെടുത്ത് x1 കണ്ടുപിടിക്കുക? x1 x2 x3 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് റോ എടുക്കുക, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് റോ എടുക്കും. ഇവിടെ നോക്കിക്കുക, എല്ലാ റോയും എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇഷ്ടമുള്ള രണ്ട് റോ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ രണ്ട് റോ സെക്കൻഡ് ആൻഡ് തേർഡ് റോ എടുത്തോട്ടെ. സെക്കൻഡ് ആൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ മൈനസ് 6 7 മൈനസ് 4 2 മൈനസ് 4 3. അപ്പോൾ ഇതെങ്ങനെ വരും? x1 ബൈ 7 ഇൻറ്റു 3 എന്തുവാ? 21 മൈനസ് 16 എന്ന് വരും. 21 മൈനസ് 16. അപ്പോൾ എന്താ ഇവിടെ വരുന്നത്? 21 മൈനസ് 16 എന്ന് വരുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് x2 ബൈ രണ്ടാമത്തെ എലമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് സിമ്പിൾ ഇടണം. അപ്പോൾ മൈനസ് x2 ബൈ നോക്കിക്കേ, x2ന് നേരെയുള്ള കോളം മറച്ച് വെച്ചാൽ ബാക്കിയുള്ള മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 6 ഇൻറ്റു 3 എന്തുവാ? മൈനസ് 18 മൈനസ് ഓഫ് 2 ഇൻറ്റു മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 8 ആണ്. ആ മൈനസും ഈ മൈനസും കൂടെ പ്ലസ് 8 എന്ന് വരുന്നുണ്ട്. ഈസ് ഈക്വൽ ടു x3 ബൈ നോക്കിക്കേ, ആ കോളം മറച്ച് വെക്കുമ്പോൾ 6 ഇൻറ്റു 4 24 ആണ്. മൈനസ് 7 ഇൻറ്റു 2 14 ആണ്. ദിസ് ഈക്വൽ ടു x1 ബൈ 5 ഇസ് ഈക്വൽ ടു മൈനസ് 18 പ്ലസ് 8 മൈനസ് 10 ആണ്. മുകളിലത്തെ മൈനസും കൂടി ചേർന്നത് x2 ബൈ എന്താവുന്നുണ്ട്? 10 ആവുന്നുണ്ട്. ഈക്വൽ ടു x3 ബൈ 10 വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഇത് എങ്ങനെ തന്നെ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇതിനകത്ത് നിന്ന് കോമൺ ഫാക്ടറായിട്ട് നമുക്ക് 5 എടുത്തു കഴിഞ്ഞാൽ ഇത് x1 ബൈ 1 ഇസ് ഈക്വൽ ടു x2 ബൈ 2 ഇസ് ഈക്വൽ ടു x3 ബൈ 2 എന്ന് വരുന്നുണ്ട്. therefore the eigen vector x1 ഇസ് ഈക്വൽ ടു 1, 2, 2 എന്ന് വരുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ ഐഗൻ വെക്ടർ കിട്ടി. ഇനി അടുത്ത് നമുക്ക് വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 3 കൊടുക്കുകയാണ്. ലാംഡയ്ക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ വരും. ലാംഡയ്ക്ക് 3 കൊടുക്കുകയാണെങ്കിൽ ഈ മെട്രിക്സിനകത്ത് തന്നെ കൊടുക്കുമ്പോഴേക്കും 8 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 5 മൈനസ് 6 2. അടുത്തത് നോക്കുമ്പോൾ മൈനസ് 6 7 മൈനസ് 3 എന്ന് പറയുമ്പോഴേക്ക് എത്രയാണ് വരുന്നത്? 4 മൈനസ് 4. അടുത്തെന്ന് പറയുമ്പോൾ 2 മൈനസ് 4. അടുത്ത 3 മൈനസ് 3 എന്ന് പറയുമ്പോൾ 0 ആണ് വരുന്നത്. ഇൻറ്റു x1 x2 x3 ഇസ് ഈക്വൽ ടു 0 0 0. 3 റോയും എന്ത് തന്നെയാണ്? ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമുള്ള രണ്ടുപേരെ ചൂസ് ചെയ്യാം.
ഞാൻ x1 x2 x3 എടുത്ത് എഴുതുവാണ്. എന്നിട്ട് ഇഷ്ടമുള്ള 2 റോ എടുക്കാമെന്ന് പറഞ്ഞാൽ -6 4 -4 ഞാൻ സെക്കൻഡ് റോയും തേർഡ് റോയും 2 -4 0 ആണ് ചൂസ് ചെയ്തത്. സോ x1 ബൈ 4 × 0 0 -16 -4 × -4 +16 അല്ലാതെ മൈനസ് വരത്തില്ല, ആ മൈനസ് ആയിട്ടേക്കുന്നത്. രണ്ടാമത്തെ മുന്നിൽ എപ്പോഴും മൈനസ് ഇടണം. സോ -x2 ബൈ x2ൻ്റെ കോളം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ബാക്കി ആലോചിക്കുമ്പോൾ -6 × 0 0 ആണ്. 0 -2 × -4 ഈസ് -8. അപ്പോൾ അതെന്താ വരുന്നത് 0 + 8 എന്ന് വരുന്നുണ്ട്. ഇസ് ഈക്വൽ ടു x3 ബൈ നോക്കിക്കേ x3യുടെ കോളം ഹൈഡ് ചെയ്ത് വെച്ചു. 6 × 4 24 ആണ്. 24 - 8 എന്ന് വരുന്നുണ്ട്. സോ x1 ബൈ -16 ഇസ് ഈക്വൽ ടു x2 ബൈ -8 ഇസ് ഈക്വൽ ടു x3 ബൈ 16 എന്ന് വരുന്നുണ്ട് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വേണമെങ്കിൽ കോമൺ ആയിട്ട് 8 എടുത്തു കഴിഞ്ഞാൽ ഇത് x1 ബൈ -2 ഇസ് ഈക്വൽ ടു x2 ബൈ -1 ഇസ് ഈക്വൽ ടു x3 ബൈ എന്താ വരുന്നത് x3 ബൈ നമുക്ക് 1 എന്ന് വരുന്നുണ്ട്. therefore x2 ഇസ് ഈക്വൽ ടു -2 -1 1. ഇനി നമുക്ക് എന്തുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലാംഡ ഈക്വൽ ടു 15 ആവുമ്പോൾ നിങ്ങളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് 8 - 15 -7 -6 2 -6 7 - 15 -8 -4 2 -4 3 -15 is -12 into x1 x2 x3 is equal to 0 0 0 എന്ന് വരുവാണ്. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് x1 x2 x3 മാത്രം എടുത്ത് ഇത് സോൾവ് ചെയ്യാം. therefore x1 x2 x3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും 2 റോ മാത്രം ചൂസ് ചെയ്യാവേ. ചൂസ് ചെയ്യുന്നത് സെക്കൻഡ് ആൻഡ് തേർഡ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ചൂസ് ചെയ്യാം. സെക്കൻഡ് ആൻഡ് തേർഡ് ചൂസ് ചെയ്യാം. -6 -8 -4 2 -4 -12 ചൂസ് ചെയ്തു. സോ x1 ബൈ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. x1ൻ്റെ കോളം മറിച്ച് വെച്ചിട്ട് മൾട്ടിപ്ലൈ ആയിട്ടാണ് ഈ വാല്യൂ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈക്വൽ ടു x1 ബൈ 80 ഇസ് ഈക്വൽ ടു x2 ബൈ -80 ഇസ് ഈക്വൽ ടു x3 ബൈ 40 എന്ന് വരുന്നുണ്ട്. ഇതിനകത്ത് നിന്ന് നമുക്ക് കോമൺ ആയിട്ട് 40 എടുത്ത് കഴിയുമ്പോൾ x1 ബൈ 2 ഇസ് ഈക്വൽ ടു x2 ബൈ -2 ഇസ് ഈക്വൽ ടു x3 ബൈ 1 എന്ന് വരും. therefore the third eigenvector x3 is equal to 2 - 2 1. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ x1 x2 x3 ഫൈൻഡ് ചെയ്ത് അടുത്ത് ചെയ്യേണ്ടത് എന്തുവാ മോഡുലസ് ഓഫ് x1 ഫൈൻഡ് ചെയ്യണം. അപ്പോൾ മോഡുലസ് ഓഫ് x1 ഇസ് ഈക്വൽ ടു നമ്മുടെ x1 എന്ന് പറയുന്നത് എന്തായിരുന്നു, x1 എന്ന് പറയുന്നത് 1 2 2 ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ആണ്. 1 + 4 + 4 ഇസ് ഈക്വൽ ടു √9 3 നീട്ടി. അടുത്ത് മോഡുലസ് ഓഫ് x2 ഇസ് ഈക്വൽ ടു x2 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് 2 1 1 ആണ്. അപ്പോൾ 2 സ്ക്വയർ 4 പ്ലസ് 2 1 16 പുറത്ത് പോകുമ്പോൾ ഇവിടെ 2 എന്നാണ് വരുന്നത് കേട്ടോ. ഇത് 2 ആണേ. ഓക്കെ, 8 പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ -2 ഇവിടെ -1 ആണെങ്കിൽ അടുത്ത് 2 അല്ലേ വരേണ്ടേ. ഓക്കെ, അപ്പോൾ അത് സ്ക്വയർ ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെയല്ലേ വരണേ. 2 സ്ക്വയർ 4 പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 എന്ന് പറയുമ്പോഴേക്കും 2 സ്ക്വയർ 4 പ്ലസ് 1 പ്ലസ് 4 ഇസ് ഈക്വൽ ടു √9 3 ആണ്. അടുത്ത മോഡുലസ് ഓഫ് x3 എന്ന് പറഞ്ഞാലും 2 - 2 1 ആണ്. സോ അത് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോഴേക്കും 4 + 4 + 1 √9 വിച്ച് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ മോഡുലസ് ഓഫ് x1 മോഡുലസ് ഓഫ് x2 മോഡുലസ് ഓഫ് x3 എഴുതി. ഇനി എന്താ എഴുതേണ്ടത്, ഇനി നമ്മൾ നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ചെയ്തു അല്ലേ, ക്യാപിറ്റൽ N. അപ്പോൾ ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു ഈ തന്നിരിക്കുന്ന x1 ബൈ മോഡുലസ് ഓഫ് x1. x1 എന്ന് പറയുന്നത് എന്തായിരുന്നു 1 2 2 ആയിരുന്നു. സോ 1/3 2/3 2/3. ഓക്കെ, അടുത്തത് എന്തുവായിരുന്നു x2 എന്ന് പറഞ്ഞാൽ -2 -1 2 ആയിരുന്നു. അപ്പോൾ അത് എഴുതുമ്പോഴേക്കും -2/3 -1/3 ദെൻ 2/3. അടുത്ത് നോക്കിക്കേ x3 എന്ന് പറഞ്ഞാൽ 2 - 2 1. അപ്പോൾ അത് എഴുതുമ്പോഴേക്കും എങ്ങനെ വരണേ -2/3 അടുത്തല്ലാണ് -2/3 ദെൻ 1/3. n എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ n ട്രാൻസ്പോസ് ചെയ്താൽ. n ട്രാൻസ്പോസ് എന്ന റോയെ കോളമായിട്ട് എഴുതണം. റോയെ കോളമായിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് 1/3 -2/3 2/3. അടുത്ത റോയെ കോളമായിട്ട് എഴുതുമ്പം 2/3 -1/3 -2/3. ദെൻ അടുത്ത റോയെ കോളമായിട്ട് എഴുതുമ്പം 2/3 2/3 1/3. ഓക്കെ,
ഡയഗണലൈസേഷൻ്റെ ഫോമിൽ എന്താ? ഡി ഈസ് ഈക്വൽ ടു എൻ ട്രാൻസ്പോസ് എ എൻ. വെറുതെ എഴുതി വെച്ചാൽ മതി. എൻ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1/3 2/3 2/3 -2/3 -1/3 2/3 then 2/3 -2/3 1/3 ഇൻറ്റു എ എന്ന് പറയുന്നത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ വാല്യൂസ് അതുപോലെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ is equal to 8 -6 2 -6 7 -4. നിങ്ങൾ മറിച്ച് നോക്കിക്കോളൂ. ഇത് തന്നെയാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. -4 3 ഇൻറ്റു എൻ എന്ന് പറയുന്നത് 1/3 -2/3 2/3 then 2/3 -1/3 -2/3 again 2/3 2/3 1/3. ഓക്കെ, എൻ എഴുതി. അപ്പോൾ എങ്ങനെ ഡയഗണലൈസേഷൻ കിട്ടുക? ഡയഗണൽ നമ്മൾ ഏത് ഓർഡറിലാണോ x1 x2 x3 ഫൈൻഡ് ചെയ്ത ഓ ഓർഡറിലാണ് കിട്ടുക. ആദ്യം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ലാംഡയ്ക്ക് 0 കൊടുത്തിട്ടാണ് ആദ്യത്തെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്തത്. സോ ഡയഗണൽ എലമെൻറ്റ് ഫസ്റ്റ് വൺ എന്താ? 0 വരേണ്ടത്. രണ്ടാമത്തെ ഐഗൺ വാല്യൂ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്? രണ്ടാമത്തെ ഐഗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ലാംഡ ഈക്വൽ ടു 3 കൊടുത്തേക്കുന്നത്. സോ അടുത്ത ഡയഗണൽ എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 3 വരേണ്ടത്. മൂന്നാമത്തെ ഐഗൺ വാല്യൂ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്? ലാംഡയ്ക്ക് 15 കൊടുത്താൽ ഫൈൻഡ് ചെയ്ത് അടുത്ത ഐഗൺ വെക്ടർ എന്ന് പറയുന്നത്. സോ അത് 15. ബാക്കി എല്ലാവരും എന്താ? 0 0. ഇതാണ് നമ്മുടെ എന്താ? ഡയഗണൽ മെട്രിക്സ് ആയി. ഡയഗണൽ എലമെൻറ്റ്സ് എന്തുവാണ്? ഐഗൺ വാല്യൂ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിമെട്രിക് മെട്രിക്സ് ചെയ്തപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ മൂന്നാമത്തെ ഐഗൺ വെക്ടർ x1 x2 x3 എന്ന് പറഞ്ഞ് എടുത്തത് ശ്രദ്ധിച്ചല്ലോ. അന്ന് ഞാൻ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ടാണ് ഐഗൺ വാല്യൂ വരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇവിടുത്തെ ഐഗൺ വാല്യൂ ഡിഫറെൻ്റ് ആയത് കാരണം 0 3 15 എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് ആയത് കാരണമാണ് ഇവിടുത്തെ മൂന്നാമത്തെ ഐഗൺ വെക്ടർ അതുപോലെ ചെയ്യാതിരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മറന്നു പോയത്. അന്ന് ഞാൻ അതിന് പ്രോബ്ലം ചെയ്യാത്തത്. നമുക്ക് വീണ്ടും ഇതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് അത് വീണ്ടും പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അന്ന് ഞാൻ റിപ്പീറ്റഡ് വരുന്ന ഐഗൺ വാല്യൂ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഫൈൻഡ് ചെയ്യണം? മൂന്നാമത്തെ ഐഗൺ വെക്ടർ എന്ന് പറയുന്നത് x1 x2 x3 എന്ന് പറഞ്ഞിട്ട് അന്ന് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ഓക്കെ, ഡയഗണലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ അവിടെ തീർന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ടായിരുന്നു. എന്തായിരുന്നു? കനോണിക്കൽ ഫോം എഴുതണം. അപ്പോൾ കനോണിക്കൽ ഫോം ഈസ് q is equal to നോക്കിക്കേ, ഐഗൺ വാല്യൂ 0 3 15 ആണ്. അപ്പോൾ 0 ഇൻറ്റു y1² പ്ലസ് 3 ഇൻറ്റു y2² പ്ലസ് 15 ഇൻറ്റു y3². ഇതാണ് ഇതിൻ്റെ കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോം മാത്രം എഴുതിയാൽ പോരാ, അപ്പോഴേക്കും എൻ്റെ നേച്ചർ എല്ലാം എഴുതണം. അപ്പം നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നേച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ സെമി ഡെഫിനിറ്റ് ആണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഐഗൺ വാല്യൂ 0 3 15 ആണ്. പോസിറ്റീവ് ഉണ്ട് 0 ഉണ്ട്. പോസിറ്റീവും 0യും എന്നതിന് നമ്മൾ പറയുന്ന പേരെന്തുവാണ്? പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. അപ്പോൾ നേച്ചർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ്. ഓക്കെ, ഇനി ഒരു കേസ് കൂടെ ഉണ്ടല്ലോ. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നത് റാങ്ക് ഫൈൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ റാങ്ക് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻ കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോമിൽ എത്ര ടേമാണ് ഉള്ളത്? 2 ടേമാണ് ഉള്ളത്. സോ റാങ്ക് ഇസ് ഈക്വൽ ടു 2. ഇനി ഒരാളുണ്ടായിരുന്നല്ലോ ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഫോമുല? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് ടേംസ്. ഇതിനകത്ത് എത്ര പോസിറ്റീവ് ടേമാണ് ഉള്ളത്? 2. സോ ഇൻഡെക്സും 2 ആണ്. ഇനി അടുത്ത് എന്തായിരുന്നു? സിഗ്നേച്ചർ. സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഫോമുല പറഞ്ഞാൽ? നമ്പർ ഓഫ് പോസിറ്റീവ് ടേം മൈനസ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ്. ഇവിടെ നെഗറ്റീവ് ടേമേ ഇല്ല, പോസിറ്റീവ് ടേമും 0 ഉള്ളത്. സോ പോസിറ്റീവ് ടേമിൻ്റെ എണ്ണം 2 ആണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനായി. ഇതും 7 മാർക്കിന് അല്ലെങ്കിൽ 8 മാർക്കിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യനെ തന്നെ ഇവിടെ ഓർത്തോണൽ റിഡക്ഷൻ എന്നൊരൊറ്റ വേർഡില്ലാണ്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. കാരണം ഇതുപോലെ കനോണിക്കൽ ഡിഡക്ഷൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് കനോണിക്കൽ ഫോം ലാംഡയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ബാക്കി ഇത് ഇത്രയും നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് essay ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ല ഓർത്തോണൽ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു ചോദിക്കാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കനോണിക്കൽ ഫോം ഫൈൻഡ് ചെയ്യുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്തൊരു ടോപ്പിക്ക് കൂടി ഇതിനകത്ത് പറയാനുണ്ട്. നമുക്ക് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ essay ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളൊരു ടോപ്പിക്കാണ് ട്രാൻസ്ഫർമേഷൻ ടു പ്രിൻസിപ്പൽ ആക്സിസ് ഓർ കോണിക് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ പ്രോബ്ലത്തിനകത്ത് പറഞ്ഞുതരാം. അതിന് മുന്നേ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം x² + y² = r² എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ വേരിയബിൾ x y അല്ല y1 ഉം y2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സർക്കിളിൽ തന്നെ y1² + y2² = r² എന്നുള്ള ഫോം. അതുപോലെ എലിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് x² / a² + y² / b²
ഈക്വൽ ടു 1 ആണ്. നമുക്കിവിടെ എക്സ് വയ്ക്കുമ്പോൾ എന്താ ഞാൻ പറഞ്ഞത് y1 y2. അപ്പോൾ എലിപ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും y1² + y2² / v² is equal to 1. അതേപോലെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² / a² - y² / v² equal to 1 എന്നാണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇവിടെ എക്സിന് വയ്ക്കുമ്പോൾ y1 y2 ആയത് കാരണമാണ് y1² / a² - y2² / v² is equal to 1. അതുപോലെ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ സാറിന് നമ്മൾ x+y എന്ന് എഴുതാറുള്ളൂ. പക്ഷേ ഈ കേസിൽ ഇവിടുത്തെ കേസിൽ ഈ സർക്കിളിൻ്റെ എലിപ്സിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരുവാണെങ്കിൽ അത് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. നമുക്കിനി പ്രോബ്ലം വെച്ചിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഫോം റിപ്രസെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സിസ്. ഈ തന്നേക്കുന്ന കോണിക് സെക്ഷൻ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത് എന്ത് തരം കോണിക് സെക്ഷൻ ആണെന്ന്, ഈ തന്നേക്കുന്ന ക്വാഡ്രാറ്റിക് ഫോം എന്ത് തരത്തിലുള്ള കോണിക് സെക്ഷൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഫോം റിപ്രസെൻറ്റ്. ഈ ക്വാഡ്രാറ്റിക് ഫോം എന്ത് തരത്തിലുള്ള ഫിഗറാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻ ടു പ്രിൻസിപ്പൽ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ അത് പ്രിൻസിപ്പൽ ആക്സിസ് ആക്കി മാറ്റുക. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞ ഫോമിൽ വേറൊന്നുമല്ല, ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു വൈ. അതെന്തുവാണെന്ന് ഞാൻ പറയാം. പ്രിൻസിപ്പൽ ആക്സിസ് ആക്കുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു വൈ. ഇതെന്തൊക്കെയാണെന്നുള്ളത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് കൂടുതൽ പറഞ്ഞ് സമയം പോകുന്നില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഈ തന്നിക്കുന്ന ഇക്വേഷൻ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 ആയിരുന്നെങ്കിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം അത് ഉറപ്പായിട്ടും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇതെന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഇതിൻ്റെ മെട്രിക്സ് ഫോം ചെയ്യണം. അപ്പോൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A ഇസ് ഈക്വൽ ടു x1 x2, ഇവിടെയും x1 x2. അപ്പോൾ നോക്കിക്കേ, x1² കോയിഫിഷ്യൻറ്റ് 17, x2² കോയിഫിഷ്യൻറ്റ് 17, x1 x2 കോയിഫിഷ്യൻറ്റ് -30 ആണ്. -30യുടെ ഹാഫ് എന്ന് പറഞ്ഞാൽ -15 -15. ക്വാഡ്രാറ്റിക് ഫോം എഴുതി. ഓക്കെ, ക്വാഡ്രാറ്റിക് ഫോം എഴുതി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴത്തെയും പോലെ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യും. ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താ, S1 is equal to 17 + 17 34, S2 is equal to ഡിറ്റർമിനൻറ്റ് A ആണ്, ദറ്റ് ഈസ് 64 എന്ന് കിട്ടുന്നുണ്ട്. സോ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് λ² - S1 λ + S2 is equal to 0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം λ² - 34 λ + 64 is equal to 0, ദറ്റ് ഈസ് λ equal to 32,2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂ കിട്ടിയതിൽ നിന്ന് നമുക്ക് അടുത്ത് എഴുതേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കനോണിക്കൽ ഫോമാണ്. therefore the canonical form is Q equal to λ1 y1² + λ2 y2². ഇവിടുത്തെ λ1 എന്ന് പറഞ്ഞാൽ 32y1² + 2y2². ഇതാണ് ഈ കനോണിക്കൽ ഫോമാണ് എന്ത് തരത്തിലുള്ള കോണിക് സെക്ഷനാണെന്ന് നമ്മൾ പറയേണ്ടത്. ഓക്കെ, Q എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, Q is equal to എന്ന് പറഞ്ഞിട്ടാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. വിച്ച് is equal to എന്നാണ് പറഞ്ഞിരിക്കുന്നത് 128. സോ ഞാൻ ആ 128നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈക്വൽ ടു 0 എന്നുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ 0 ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 128 തൊട്ട് ത്രൂ ഔട്ട് വരെ ഡിവൈഡ് ചെയ്യാം. 128 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ആണെങ്കിൽ ഇങ്ങനെ വരും, 32y1² / 128 + 2y2² / 128 is equal to 1 എന്ന് വരും. ഓക്കെ, that is equal to y1² / 4 + y2² / 64 is equal to 1. 4 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, 2ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ y1² / 2² + y2² / 64 എന്ന് പറഞ്ഞാൽ 8ൻ്റെ സ്ക്വയർ ആണ്. ഇത് ഏത് ഇക്വേഷൻ പോലെ ആയിരിക്കുന്നത്, നടുക്ക് പ്ലസ് വന്നിട്ടുള്ളത് കാരണം എലിപ്സ് ആണ്. മൈനസ് ആയിരുന്നെങ്കിൽ ഇത് എന്തായിരിക്കുമായിരുന്നു, ഹൈപ്പർബോള ആയിരുന്നേനെ. y1² / a² + y2² / v² is equal to 1 ആണ്. therefore the conic section is ellipse. അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നത്. therefore the conic section is എലിപ്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറായി. നമുക്ക് ക്വസ്റ്റ്യൻ അവിടെ തീർന്നിട്ടില്ല. നമുക്ക് ഇനിയും ബാക്കി എന്തുണ്ട്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ടായിരുന്നു. റെപ്രസെൻറ്റ്സ് ഇറ്റ് പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം. ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്ത് നമ്മുടെ ഓർത്തോണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോർമലൈസ്ഡ് മെട്രിക്സ് ചെയ്തിട്ടില്ലേ, ആ സ്റ്റെപ്പ് വരെ നമുക്ക് വേണം. ഈ പ്രിൻസിപ്പൽ ആക്സിസ് ഫൈൻഡ് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ എൻ എന്ന് ഇട്ടേക്കുന്നുണ്ടോ ഞാനിവിടെ. അപ്പോൾ നമുക്ക് ആ ക്യാപിറ്റൽ എൻ വരെ ഫൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം. സോ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് മെട്രിക്സ് A - λI ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. അത് ഡയഗണലി -λ കൊടുക്കുമ്പോൾ 17 - λ -15 -15 17 - λ ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0 എന്ന് വന്നു. ഓക്കെ,
അല്ല നമുക്ക് ആദ്യത്തെ വാല്യൂ കൊടുക്കാം. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു 32 കൊടുക്കുവാണെങ്കിൽ ഇതെങ്ങനെ വരും? 17 മൈനസ് 32 എന്ന് പറയുമ്പോഴേക്കും -15 17 മൈനസ് 32 ഈസ് -15 ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. നോക്കിക്കേ, രണ്ട് റോയും സെയിം ആണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് എഴുതുമ്പോൾ -15 x1 -15 x2 ഇസ് ഈക്വൽ ടു 0. ഒരു റോ എഴുതിയാൽ പോരെ? അപ്പോൾ -15 x1 ഇസ് ഈക്വൽ ടു 15 x2 or x1 by 1 is equal to x2 by -1. 15 കട്ടായി പോയി, -1 ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, x2ൻ്റെ കൂടെയുള്ള 1നെ ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, therefore ഐഗൺ വെക്റ്റർ x1 is equal to 1 - 1 എന്ന് നമുക്ക് കിട്ടി. ഐഗൺ വെക്റ്റർ x1 is equal to 1 - 1 when ലാംഡ ഈക്വൽ ടു 2. ലാംഡയ്ക്ക് നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം മെട്രിക്സ് എന്ന് പറയുന്നത് നോക്കിക്കേ, എന്താ വരുന്നത്? 17 -2 വരുന്നുണ്ട്. 17 - 2 എന്ന് പറയുന്നത് 15 ആണ്. അടുത്തത് -15 അഗെയിൻ 17 - 2 എന്ന് പറയുമ്പോൾ 15 വരുന്നുണ്ട്. ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 0. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നോക്കിക്കുക, ഇവിടുന്ന് ഇത് രണ്ടും സെയിം ആണല്ലോ. ഇവിടുന്ന് -15 കോമൺ ആയിട്ട് എടുത്താൽ അത് 15 - 15 തന്നെ സെയിം റോയാണ് വരുന്നത്. സോ 15 x1 - 15 x2 ഇസ് ഈക്വൽ ടു 0 or 15 x1 is equal to 15 x2. രണ്ടിടത്തുനിന്ന് 15 കട്ടായി പോയാൽ x1 by 1 is equal to x2 by 1. Therefore ഐഗൺ വെക്റ്റർ x2 is equal to 1 1. പ്രിൻസിപ്പൽ ആക്സിസ് ഫൈൻഡ് ചെയ്യുമ്പം ഐഗൺ വെക്റ്റർ ഫൈൻഡ് ചെയ്യണം എന്ന് ഓർക്കുക. അടുത്തെന്താ നമുക്ക് വേണ്ടത്? നോർമലൈസ്ഡ് മെട്രിക്സ് വേണം. അപ്പോൾ നോർമലൈസ്ഡ് മെട്രിക്സ് എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് മോഡുലസ് ഓഫ് x1 മോഡുലസ് ഓഫ് x2 വേണം. സോ മോഡുലസ് ഓഫ് x1 is equal to, നേരത്തെ കിട്ടിയ ആൻസർ നമുക്ക് എന്തുമായിരുന്നു? 1 - 1 അല്ലേ? അപ്പം 1ൻ്റെ സ്ക്വയർ 1 തന്നെ, -1ൻ്റെ സ്ക്വയർ 1 ആണ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു √2. അടുത്ത മോഡുലസ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് x2 is equal to, നമുക്ക് 1 1 എന്നാണ് കിട്ടിയത്. therefore മോഡുലസ് ഓഫ് x2 is equal to √1² + 1 which is equal to √2. therefore നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ക്യാപിറ്റൽ N is equal to x1 by മോഡുലസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ 1 - 1. സോ 1 by √2 - 1 by √2. അടുത്തത് ഐഗൺ വെക്റ്റർ എന്ന് പറഞ്ഞാൽ 1 1 ആയിരുന്നു. സോ ഇത് 1 by √2 1 by √2. ഇതാണ് നിങ്ങളുടെ N എന്ന് പറയുന്നത്. N ട്രാൻസ്പോസ് ഒന്നും വേണ്ട കേട്ടോ. അടുത്ത പ്രിൻസിപ്പൽ ആക്സിസ് എഴുതിയാൽ മതി. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോമുല എന്താ പറഞ്ഞത്? പ്രിൻസിപ്പൽ ആക്സിസ് ക്യാപിറ്റൽ X is equal to ക്യാപിറ്റൽ N into Y. ഓക്കെ, ക്യാപിറ്റൽ X എന്ന് പറയുന്നത് എന്താ? x1 x2 ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N എന്ന് പറയുന്നത് 1 by √2 - 1 by √2 1 by √2 1 by √2 Y എന്ന് പറഞ്ഞാൽ y1 y2. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? x1 is equal to, ഫസ്റ്റ് എലമെൻറ്റ് is equal to ഫസ്റ്റ് റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് 1 by √2 ഇൻറ്റു y1 പ്ലസ് 1 by √2 ഇൻറ്റു y2. അതുപോലെ x2 is equal to എന്തുമായിരിക്കും? ഈ x2 is equal to രണ്ടാമത്തെ റോ ഇൻറ്റു കോളം -1 by √2 y1 പ്ലസ് 1 by √2 y2. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. x1 x2 എന്ന് പറഞ്ഞ വാല്യൂ ഫൈൻഡ് ചെയ്തു. സോ ഇതിനെ പറയുന്നത് നമ്മൾ എന്തുവാണ്? ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ q ഈക്വൽ ടു 0 എന്നായിരുന്നുവെങ്കിൽ എന്തുമായിരിക്കും? q ഈക്വൽ ടു 0 എന്നായിരുന്നെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ഇതിപ്പോൾ q ഈക്വൽ ടു 0 അല്ല, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? പ്രിൻസിപ്പൽ ആക്സിസ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ എഴുതട്ടെ. 3x² + 22xy + 3y² is equal to 0. q ഈക്വൽ ടു എന്ന് വിചാരിച്ചോളൂ. അപ്പം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണിത്. ഫൈൻഡ് ഔട്ട് വാട്ട് ടൈപ്പ് ഓഫ് കോണിക് സെക്ഷൻ ദ ഫോളോയിങ് ക്വാഡ്രാറ്റിക് ഫോം റിപ്രസെൻറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഇറ്റ് ഇൻറ്റു പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാം. സെയിം പ്രൊസീജിയറാണ്. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്കിതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. ആദ്യം നമുക്കിതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോം എഴുതാം. ക്വാഡ്രാറ്റിക് ഫോം A is equal to എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഇവിടെ എക്സും വൈയും ആണ് വേരിയബിൾ. സോ xy എന്ന് എഴുതി, x² കോയിഫിഷ്യൻ ഡയഗണലി എഴുതി, y² കോയിഫിഷ്യൻ 3 ഡയഗണലി എഴുതി കഴിഞ്ഞു. ബാക്കി ഇനി xy എന്ന് പറഞ്ഞുള്ളത് 22 ആണ്. 22ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 11, അതും എഴുതി കഴിഞ്ഞു. ഇനി എന്താ എഴുതേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ 2/2ൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് λ³ മൈനസ് s1 λ² പ്ലസ് s2 λ is equal to 0, where s1 is equal to sum of main diagonal element 3 + 3 9 ആണ്. s2 is equal to determinant A 9 minus 121 which is equal to 112 എന്നാണ് വരുന്നത്. ഓക്കെ, therefore λ³ മൈനസ് 9 λ² മൈനസ് 9 λ² ആണ്. 2/2 മെട്രിക്സ് ആയത് കാരണം λ² മൈനസ് 9 λ -112 is equal to 0. കാൽക്കുലേറ്ററിൽ സിംപ്ലിഫൈ ചെയ്താൽ മതി. ലാംഡയുടെ വാല്യൂ 14, -8 എന്നാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ലാംഡയുടെ വാല്യൂ ഐഗൺ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് എഴുതാം? therefore canonical
For canonical form Q is equal to lambda 1 y1 square plus lambda 2 y2 square. Okay, that is Q is equal to lambda 1 എന്ന് പറഞ്ഞാൽ 14 y1 square minus 8 y2 square. നെഗറ്റീവ് ഉള്ള ടേം എപ്പോഴും ലാംഡയുടെ വാല്യൂ നെഗറ്റീവ് വരണമെങ്കിൽ അത് രണ്ടാമത് ഇട്ടാൽ മതിയേ. ഇനി നോക്കിക്കേ, അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത് എന്ത് ടൈപ്പാണെന്ന് നമുക്ക് എഴുതണം അല്ലേ. അപ്പോൾ ഇവിടെ ക്യൂ എന്ന ക്വസ്റ്റ്യനിൽ തന്നിരുന്നത് വെച്ചാൽ ഈക്വൽ ടു 0 എന്നാണ് തന്നിരുന്നത്. അപ്പോൾ 0 ഇസ് ഈക്വൽ ടു 14 y1 സ്ക്വയർ മൈനസ് 8 y2 സ്ക്വയർ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഫോമിലേക്ക് വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ, നമുക്ക് സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. y1 സ്ക്വയർ പ്ലസ് y2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നാൽ എന്താ, ഈക്വൽ ടു 0 എന്ന് വന്നാൽ അത് പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. therefore the conic section is a pair of ലൈൻസ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ഇപ്പോൾ ഈക്വൽ ടു വേറെ എന്തെങ്കിലും വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നടുക്ക് മൈനസ് വന്നത് കാരണം ഇത് എന്തായി മാറും, ഇതൊരു എലിപ്സ് ആയിട്ട് മാറും. ഇനി അടുത്ത് നമുക്ക് പ്രിൻസിപ്പൽ ആക്സിസ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നോർമലൈസ്ഡ് മെട്രിക്സ് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യണം. സോ ടു ഫൈൻഡ് ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് എഴുതും, മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതും അല്ലേ. അതായത് നമ്മുടെ ആ മെട്രിക്സിനകത്ത് ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് 3 മൈനസ് ലാംഡ 11 3 മൈനസ് ലാംഡ ഡയഗണലി മൈനസ് ലാംഡ കൊടുത്ത് എഴുതിയിരിക്കുന്നതാണ്. ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0 ഓരോന്നായിട്ട് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വെൻ ലാംഡ ഇസ് ഈക്വൽ ടു ആദ്യത്തെ ഐഗൺ വാല്യൂ എന്തുമായിരുന്നു, 14 ആയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇതെങ്ങനെയും മാറും, 3 മൈനസ് 14 എന്ന് പറഞ്ഞാൽ മൈനസ് 11 മൈനസ് 11 ഇൻറ്റു x1 x2 is equal to 0. That is minus 11x1 plus 11x2 is equal to 0. Minus 11x1 equal to minus 11x2. അപ്പോൾ മൈനസ് 11 രണ്ട് സൈഡിൽ നിന്ന് പോകുമ്പം x1 by 1 is equal to x2 by 1. Therefore eigen vector x1 is equal to 1 എന്ന് കിട്ടി നമുക്ക്. When ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 8 ആകുമ്പം ലാംഡ ഇസ് ഈക്വൽ ടു മൈനസ് 8 എന്ന് കിട്ടുമ്പോൾ നമുക്കിവിടെ എന്താവും, നമ്മുടെ ഐഗൺ വെക്ടർ ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ വാല്യൂ എന്തുവാ, 3 മൈനസ് 8 വരും. അപ്പോൾ 3 മൈനസ് ഓഫ് മൈനസ് 8 3 പ്ലസ് 8 വിച്ച് ഇസ് ഈക്വൽ ടു 11. അടുത്തത് 11 എന്ന് വരുന്നുണ്ട്. ഇൻറ്റു x1 x2 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, നോക്കിക്കേ, രണ്ട് റോയും സെയിം ആണ്. സോ 11x1 പ്ലസ് 11x2 ഇസ് ഈക്വൽ ടു 0. 11x1 is equal to minus 11x2. Okay, that is 11 രണ്ട് സൈഡിൽ നിന്ന് പോകുമ്പോൾ x1 by minus 1 is equal to x2 by 1. ഓക്കെ ആണല്ലോ. therefore eigen vector x2 is equal to minus 1 എന്ന് കിട്ടി. മോഡുലസ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, അടുത്ത് കണ്ടുപിടിക്കണം മോഡുലസ് ഓഫ് x1. കാരണം നേരത്തെ അത് പറഞ്ഞ അതേ പ്രൊസീജിയറാണ്. ഐഗൺ വാല്യൂ രണ്ടെണ്ണം കണ്ടുപിടിച്ചു, ഐഗൺ വെക്ടർ കിട്ടി, അടുത്ത് മോഡുലസ് ഓഫ് x1 മോഡുലസ് ഓഫ് x2. ഇവിടെ 1 വന്ന കാരണം 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ √2 ആവും. മോഡുലസ് ഓഫ് x2 ഫൈൻഡ് ചെയ്യുമ്പോൾ -1 1ൻ്റെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ -1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 1 2 ആണ്. ദാറ്റ് ഈസ് √2 തന്നെയാണ് കിട്ടുന്നത്. therefore നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് ക്യാപിറ്റൽ N is equal to ആദ്യത്തത് 1 ആണ്. സോ അതിനെ 1/√2 1/√2 എന്ന് എഴുതി. രണ്ടാമത്തെ കോളം എന്താ, -1 സോ -1/√2 1/√2. ഓക്കെ, നോർമലൈസ്ഡ് മോഡൽ മെട്രിക്സ് കിട്ടി. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് എഴുതുന്നത് എങ്ങനെയാണ്, therefore the principal axis capital X is equal to capital N into Y. capital X എന്ന് പറഞ്ഞാൽ എന്താ, x1 x2 is equal to capital N എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡലൈസ്ഡ് മെട്രിക്സ് 1/√2 -1/√2 1/√2 into y എന്ന് പറഞ്ഞാൽ y1 y2. ഓക്കെ, that is equal to x1 is equal to, therefore the principal axis are x1 is equal to row into column അങ്ങനെ എഴുതേണ്ട. അപ്പോൾ 1/√2 into y1 -1/√2 into y2. അടുത്ത x2 is equal to second row into second column 1/√2 into y1 plus 1/√2 into y2. ഓക്കെ, നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. പ്രിൻസിപ്പൽ ആക്സിസ് ഫോം ചെയ്യാൻ പറഞ്ഞു, പ്രിൻസിപ്പൽ ആക്സിസ് ഫോം ചെയ്തു. ഇത് രണ്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.